ആക്ച്വലി ദിസ് ജെൻസി ആൻഡ് ജെൻ ആൽഫ, അവർക്ക് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ഡീകോഡ് ചെയ്യുന്നത്? ഈ മില്ലേനിയൽസും അതിനു മുമ്പുള്ള 80കളിലുള്ളവരാണ് ഇത് മുഴുവൻ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഡീകോഡ് ചെയ്യുന്നത്? അവരുടെ ഒരു കോഡ് ലാംഗ്വേജ് അല്ലേ ഇത്? വൈ ദീസ് എൽഡേഴ്സ് വാണ്ട് ടു ഇൻ്റർഫിയർ? അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് എങ്ങനെയാണ് ഈ ഒരു ജെൻസി ലിംഗോയിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വരാനുള്ളൊരു കാര്യമായിട്ടൊരു ഫോക്കസ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ഇങ്ങനെ ഓറ അങ്ങനത്തെ വാക്കൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന PhD ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ ഇംഗ്ലീഷൊക്കെ അറിയുമല്ലോ. അപ്പോൾ ഒരു സ്കൂളിലുള്ള സൈക്കോളജി കൗൺസിൽ സ്കൂളിലുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരൊരു ദിവസം എന്നെ കോൺടാക്ട് ചെയ്തു. എനിക്ക് പേഴ്സണലി പരിചയമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഗവേഷണം ചെയ്യുന്ന ഒരാൾ ആ രീതിയിലാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് ഇതൊരു 2 വർഷം മുമ്പാണ് നടക്കുന്നത്. അപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവരുടെ സ്കൂളിൽ, കേരളത്തിന് പുറത്താണ്, അപ്പോൾ അവരുടെ സ്കൂളിൽ കുറച്ച് ഇഷ്യൂസ് എന്തൊക്കെയോ, ക്ലാസ്സിൽ കുട്ടികളിൽ നിന്ന് ബുള്ളിങ്ങോ അങ്ങനെ എന്തൊക്കെയോ റിലേറ്റഡ് ഇഷ്യൂ. അപ്പോൾ ഗ്രൂപ്പ് ചാറ്റ് പൊക്കി, ടീച്ചർ ഗ്രൂപ്പ് ചാറ്റ് പൊക്കിയിട്ടുണ്ട്. ഇവർക്ക് ഇത് വായിച്ചിട്ട് ഇതിനകത്ത് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഗവേഷണം ചെയ്യുന്ന, ഇംഗ്ലീഷല്ലേ അറിയണ്ടാവുമല്ലോ, അങ്ങനെയാണ് ഈ സംഭവം അവർ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടോ പേരൊക്കെ ഹൈഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതിൽ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ കുറേ ബബിളൊക്കെ വരച്ച് ഞാൻ ശരിക്കും ഐ വാസ് ഫ്ലാബകാസ്റ്റഡ്, ഷോക്ക്ഡ്. കാരണം ഇത് മനസ്സിലാവണ്ടേ എന്താണ് ഇവർ ഈ ഗ്രൂപ്പ് ചാറ്റിൽ സംസാരിക്കുന്നത്? അതിനകത്ത് പല കാര്യങ്ങളും ഇന്ന് വരെയും ഡീകോഡ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ പിന്നീട് അവരെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? അതിനകത്ത് 2-3 ബബിൾ ഇങ്ങനെ വരച്ചിരുന്നല്ലോ, അതെന്താണ് അവർക്കും അറിയില്ല. തമ്പുരാൻ അറിയാമെന്ന് പറയുന്ന അവസ്ഥയാണ്. ഇതിനകത്തൊരു ഡേഞ്ചറും കൂടെ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഫോണൊക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഒരു പുതിയൊരു നിയമം വരുന്നതിനെ പറ്റിയൊക്കെ ഒരു വലിയ ബാൻ ചെയ്യുന്നു, കുട്ടികൾക്ക് കൊടുക്കരുത് അക്കൗണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ചർച്ചയായിരിക്കുന്നൊരു സമയം കൂടെയാണ്. കുട്ടികൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, വിത്തൗട്ട് കൺട്രോൾ ആണ്. ഇപ്പം നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ട്, അവർക്ക് ആക്സസിബിൾ ആണ്, അവർ സോഷ്യൽ മീഡിയ റീലുകൾ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. നമുക്ക് ചുമ്മാ പറയാമെന്ന് മാത്രമേ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമോ എന്നൊക്കെ പറയാമെന്ന് മാത്രം. ജുറാസിക് പാർക്ക് കണ്ട ആരും ഡിനോസർ ആവില്ല എന്നൊക്കെ പറയാന്നേ ഉള്ളൂ. പക്ഷേ ഇൻഫ്ലുവൻസ് ഇസ് ദർ. അപ്പോൾ പേരൻസിന് അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുന്നവർക്ക്, ഗാർഡിയൻസ്, ടീച്ചേഴ്സിന് ഇവരുടെ ചർച്ചകളും ഇവരെന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നേരെ തിരിച്ചു വിചാരിക്കുന്നവരുണ്ട്, അവരവരുടെ പാടിന് പൊക്കോട്ടെ, എന്തിനാണ് ഇതിലൊക്കെ കയറി ഇടപെടുന്നത് എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പ്രായം വരെ ഇടപെടണം എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. ഈ എക്സാക്ട്ലി ഈ ഗ്രൂപ്പ് ചാറ്റിലുണ്ടായിരുന്ന ഒരു കാര്യം അതാണ്. ഒരു കുട്ടീനെ ബുള്ളി ചെയ്തുകൊണ്ടുള്ളൊരു ചാറ്റാണത്. അപ്പം ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഇവർ സംസാരിക്കുന്നത്. പിന്നെ വേറൊരു അധ്യാപകൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്ലാസ്സിൽ പേരൻസ് മീറ്റിങ്ങിൽ പേരൻസ് വന്ന് പറയാം, കുട്ടികളുടെ ചാറ്റ് നോക്കുമ്പോൾ ഡിർ എന്നൊരു വാക്ക് കാണുന്നുണ്ട്, DIR, ഡിർ സാറ് പോലെ എന്തെങ്കിലും ആണ്. അപ്പം ഇത് പൊതുവെ ഒരു ചർച്ചയാണ്, പേരൻസ് മീറ്റിങ്ങിലൊക്കെ ഭയങ്കര ഡിസ്കഷനാണ്. അപ്പോൾ ഇത് എന്താണ് ഈ ഡേഞ്ചർ ഇൻ റൂമാണെന്ന്, അതായത് ഇവർ ചാറ്റ് ചെയ്യുമ്പോഴേ ഡേഞ്ചർ ഇൻ റൂമാണെന്ന്. അപ്പോൾ ബേസിക് ആയിട്ടൊരു അവെയർനെസ് വേണം. കോഡ് ചെയ്തോട്ടെ, പക്ഷേ പേരൻസിനും ടീച്ചേഴ്സിനും ഏറെക്കുറെ കുറച്ചെങ്കിലും കണക്റ്റ് ആവണമല്ലോ.